ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. 34-ാം സങ്കീർത്തനം അതിന്റെ 10-ാമത് വചനം. ദൈവത്തെ അന്വേഷിക്കുന്ന ഭക്തർക്ക് ദൈവം ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ല. എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും ദൈവം അവർക്ക് വേണ്ടി കരുതുവാൻ ഇടയാകും. അബ്രഹാമിന് വേണ്ടി ദൈവം ഒരു ആട്ടിൻകുട്ടിയെ കരുതി. ജോസഫിന് വേണ്ടി ദൈവം മന്ത്രിസ്ഥാനം ഒരുക്കി. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം ഒരു കനാൻ നാട് കരുതി. ഇടയ ബാലനായ ദാവീദിന് ഒരു സിംഹാസനം ഒരുക്കി. പലപ്പോഴും ജീവിതത്തിൽ ദൈവം കൈവിട്ടുവോ എന്ന് നാം ചിന്തിച്ചു പോകുന്ന അവസരങ്ങൾ കടന്നു വരാം. എന്നാൽ മരുഭൂമിയിൽ ദൈവം വഴിയൊരുക്കുന്ന വിധം എത്രയോ ആശ്ചര്യമാണെന്ന് നാം പിന്നീട് മനസ്സിലാക്കും. ഒരു സുപ്രസിദ്ധ സുവിശേഷകനായ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ CH സ്പർജൻ എന്ന വ്യക്തി തന്റെ മുത്തച്ഛനായ ജെയിംസ് സ്പർജന്റെ ജീവിതത്തെക്കുറിച്ച് പങ്കുവച്ചത് ഇപ്രകാരമാണ്. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് അദ്ദേഹം. ഒരു ദൈവഭക്തനും സുവിശേഷകനുമായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഏക ആശ്രയം ഒരു പശുവായിരുന്നു. അതിന്റെ പാൽ വിറ്റാണ് ആ കുടുംബം ഉപജീവനം കഴിച്ചിരുന്നത്. എന്നാൽ ഒരു ദിവസം ആ പശു ചത്തുപോയി. ആ കുടുംബത്തിന്റെ ഏക വരുമാനം അതോടെ നിലച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ ആകുലപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവം കരുതിക്കൊള്ളും. ഒരു പശുവിന്റെ സ്ഥാനത്ത് 50 പശുക്കളെ തരുവാൻ ശക്തനാണ് നാം വിശ്വസിക്കുന്ന ദൈവം. ഭർത്താവിന്റെ വാക്കുകൾ അവളും വിശ്വസിച്ചു. ലണ്ടനിലുള്ള ഒരു സഭ ക്രിസ്തീയ സുവിശേഷകരെ സഹായിക്കുന്ന ഒരു സഭയായിരുന്നു. ഈ വിവരങ്ങളൊന്നും അറിയാത്ത ആ സഭ പല സുവിശേഷകരെയും സഹായിക്കുവാനായി അവർ ശേഖരിച്ച ധനം വിഭാഗിച്ചു. അവസാനം ഒരു 5 പൗണ്ട് ബാക്കി വന്നു. അത് എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, അത് പാവപ്പെട്ട സുവിശേഷകനായ ജെയിംസ് സ്പർജന് അയച്ച് കൊടുക്കാം. എല്ലാവരും അത് അംഗീകരിച്ചു. ഒരാൾ പറഞ്ഞു, 5 പൗണ്ടായി അയക്കേണ്ട, ഞാനും കൂടി അതിലേക്ക് 5 പൗണ്ട് തരാം എന്ന് പറഞ്ഞു. ഇത് കേട്ട പലരും അതിലേക്ക് സംഭാവന ചെയ്യുകയും വലിയൊരു തുക ജെയിംസ് സ്പർജന് അവർ അയച്ചു കൊടുത്തു. പശു ചത്ത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ തുക അവർക്ക് ലഭിച്ചു. അവരുടെ വിശ്വാസം പോലെ ദൈവം അവരെ കരുതി. ദൈവം ആപൽഘട്ടങ്ങളിൽ നമ്മെ കരുതുന്നത് നാം ചിന്തിക്കുന്നത് പോലെയല്ല, അതിനും അപ്പുറമായാണ്. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. യെശയ്യാവ് 55:8-9 വചനങ്ങൾ. എന്നാൽ നാം ചോദിക്കുന്നതും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. എഫേസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-21 വചനങ്ങൾ. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, നമ്മെ കരുതുവാൻ ശക്തനായവൻ നമ്മോട് കൂടെയുണ്ട്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6, 7, 19 വചനങ്ങൾ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും
തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.